നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ ഒരു പ്രേത അനുഭവ കഥയാണ്. ഇതൊരു എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള, ഒരുപാട് നമ്മൾ വിഷമിച്ചിട്ടുള്ള, ഒരുപാട് സമയമെടുത്തൊക്കെ പരിഹരിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. വളരെ നിസ്സാരമായിട്ട് ഒഴിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് അതുപോലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇത് കഴിഞ്ഞ എപ്പിസോഡ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഈ എപ്പിസോഡിൽ കൂടി തന്നെ പറയുന്നത്. രണ്ടാമതൊരു എപ്പിസോഡ് കൂടി ഇതിൽ തന്നെ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം 2-3 ഘട്ടമായിട്ടാണ് നമുക്കിത് പരിഹരിച്ച് തീർക്കാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് ഞാനത് അതിൻ്റെ ബാക്കി സംഭവങ്ങൾ കൂടി പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും, അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് ഒന്ന് കണ്ടുവരിക. കുറച്ച് വിദേശത്ത് താമസിക്കുന്നവർ, സ്വദേശികൾ തന്നെയാണ്, അവർ വിദേശത്ത് വർഷങ്ങളായിട്ട് കുടുംബമായിട്ട് അവിടെയാണ്, മുൻ തലമുറ അവിടെയായിരുന്നു. അങ്ങനെ അവർക്കൊരു നല്ലൊരു വീട് വെക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചപ്പോൾ അവിടെ വന്നിട്ടുള്ള ചില വിഷയങ്ങളാണ്. അങ്ങനെ അവർക്കത് പരിഹരിക്കാൻ അവിടെ വന്ന ചില പ്രേതാനുഭവങ്ങൾ, താമസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അപ്പോഴത്തേക്ക് അവർക്ക് ലീവ് തീർന്നത് കാരണം അവർ എല്ലാവരുമായിട്ട് തിരിച്ച് വിദേശത്തേക്ക് പോയി. തിരിച്ചു വന്നതിന് ശേഷം അവരിത് പരിഹരിക്കാം എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ്ടിരുന്നത്. പക്ഷെ അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിച്ചത്, തൊട്ടടുത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ആ വീട്ടിലുള്ളവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർക്കായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊരു വലിയ വീടാണ്. വലിയ വീടെന്ന് വെച്ചാൽ കുറച്ച് 10-50 സെൻറ്റ് സ്ഥലത്തിനുള്ളിലിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തുമൊക്കെ, ഒരു ഭാഗം റോഡാണ്, ബാക്കി വരുന്ന 3 ഭാഗത്തൊക്കെ വീടുകളുണ്ട്. അടുത്തടുത്തടുത്ത് വീടുകൾ. ഈ റോഡിൻ്റെ എതിർഭാഗത്തൊരു വീട്, കുറച്ച് വീടുകളുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ രാത്രി അങ്ങോട്ട് ഒരു സന്ധ്യ അങ്ങോട്ട് വൈകിക്കഴിഞ്ഞാൽ ഈ വീടിനുള്ളിൽ ഒരു പേടിപ്പിക്കുന്ന സംഭവങ്ങൾ, അതായത് ജനൽ ഗ്ലാസ് ഇട്ടതാണ്, അകത്തുകൂടി ആരൊക്കെ പോകുന്ന കണക്ക്. അപ്പം ആരെങ്കിലും ഒരാൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അവരുടെ ബന്ധുക്കളോ ആരോ ഒരാൾ വന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പോകുന്നേ ഉള്ളൂ. രാത്രി വന്ന് അയാൾ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തോ ലൈറ്റ് ഇട്ടിട്ട് പോകും, അത്രയേ ഉള്ളൂ. രാവിലെ അയാൾ അത് ഓഫ് ചെയ്തിട്ട് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ രീതി പോകുന്നത്. അപ്പം രാത്രി ആകുമ്പോൾ വീടിനകത്ത് എപ്പോഴും ഇരുട്ടാണ്. പക്ഷെ വീടിനകത്ത് കൂടി ആരോ നടന്നു പോകുന്നു, ഓടുന്നു. ഒന്നിൽ കൂടുതൽ ആൾക്കാരകത്ത് ഉള്ളതായിട്ട് അവരുടെ നിഴലൊക്കെ ഇങ്ങനെ ഈ ജനൽ വഴി പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ ഇത് ഒരു വീട്ടുകാരല്ല, അല്ലെങ്കിൽ ഒരാളല്ല കാണുന്നത്. ആ ചുറ്റുപാടിനുള്ള മിക്ക ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പാതിരാത്രി ആയിക്കഴിഞ്ഞാൽ, അതായത് രാത്രി ഒരു 10-12 മണിയൊക്കെ കഴിഞ്ഞാൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ആരോ നിൽക്കുന്നു, ഇരിക്കുന്നു. പിന്നെ 2 കാലും ഈ കൈവരിയുടെ ടെറസിൻ്റെ മുകളിൽ കൈവരിയുടെ പുറത്തേക്ക് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഈ 2 കൈയും ഇങ്ങനെ ആ കൈവരിയിൽ കുത്തി ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. മുഖം കാണാൻ പറ്റുന്നില്ല. പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴെ ചാടുന്നു. ഇങ്ങനെയുള്ള ഒരു ഭയപ്പെടുത്തുന്ന, ഇത് 1 ദിവസമായി, 2 ദിവസമായി, ഒരു വീട്ടുകാർക്കായി, 2 വീട്ടുകാർക്ക്, അവസാനം ഇത് മിക്ക ദിവസങ്ങളിലും എല്ലാ വീട്ടുകാരും കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കരഞ്ഞെത്തി. പക്ഷെ അവരുടെ വീട്ടിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഇതൊരു പ്രേതാലയം പോലെ അവർക്ക് അനുഭവപ്പെടുന്നു, പ്രത്യക്ഷത്തിൽ കാണുന്നു. അപ്പോൾ അവർക്ക് ഒരു നിവൃത്തിയില്ല, ഇതെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ യഥാർത്ഥ വീട്ടിൻ്റെ ഉടമസ്ഥരെന്ന് പറഞ്ഞാൽ അവർ വിദേശത്താണ്. അവർ ലീവ് കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അവർക്ക് ഉടനെ തിരിച്ചു വരാൻ സാധിക്കില്ല. അവർ പറഞ്ഞ് തിരിച്ചു വന്നിട്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ പോയത്. പക്ഷെ അവർക്ക് പെട്ടെന്ന് തിരിച്ചെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ അവരുടെ ഒരു ബന്ധു, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, വീട് ഈ ലൈറ്റ് ഇടാനും ഒക്കെ വരുന്ന അയാളോട് ഈ നാട്ടുകാരൊക്കെ അവസാനം ആദ്യമേ പറഞ്ഞു തുടങ്ങി. പക്ഷെ നിവർത്തി കിട്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും എന്താണ് അവിടുത്തെ പ്രശ്നം ഒന്ന് പരിഹരിച്ച് ചെയ്യാൻ പറയണം. അങ്ങനെ ഇദ്ദേഹം വിദേശത്തിരിക്കുന്നവരോട് വിളിച്ചു പറഞ്ഞു. പക്ഷെ അവർക്ക് വരണമെന്നും നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിൽ ഇതിനെ പരിഹരിക്കണമെന്നുണ്ട്. പക്ഷെ അവർക്ക് നാട്ടിലെത്താൻ ലീവ് കിട്ടുന്നില്ല. അങ്ങനെ ഇയാളോട് പറഞ്ഞ് നാട്ടുകാരോട് പറയിപ്പിച്ചു, ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ലീവ് കിട്ടാത്തതിനാലാണ്, എന്തായാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ലീവ് സംഘടിപ്പിച്ചിട്ട് എത്തിക്കോളാം എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ഒരു വിധത്തിലും ഇവിടെ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് ഈ
ഈ വീട്ടിലെ ഈ ലൈറ്റൊക്കെ ഇടാൻ വരുന്ന അവരുടെ ബന്ധുവുണ്ടല്ലോ, അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരാളിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അവർ വന്നു കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിനെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ച് തൊഴിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ അദ്ദേഹത്തിനോട് നമുക്ക് പോയി ഒന്ന് സംസാരിക്കാം. അങ്ങനെ വിദേശികളോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്തോളൂ, അതിന് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ പോലും ഞങ്ങൾ തരാൻ വരെ ഞങ്ങൾക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ടാണ്, അപ്പം ഈ വിദേശികൾ വന്നതിന് ശേഷം ആ വീട്ടിൽ പോയി പൂജ ചെയ്ത് തീർക്കാം എന്നാണ്, അത് ആ വീട്ടിൽ വെച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിനിടയ്ക്ക് തന്നെ അയൽവക്കക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അങ്ങനെ അവർക്ക് നല്ല ബുദ്ധിമുട്ട്. അങ്ങനെ വന്ന് അവർ എല്ലാവരും കൂടി എന്നെ വന്ന് കണ്ടു. ശരി, ഞാൻ പോയി. അപ്പോൾ അവർക്കൊരു പേടി, അവരുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നൊരു പേടി. സത്യം ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോളണം, ഈ ഞാൻ പൂജ ചെയ്യാനായിട്ട് അവിടെ ചെല്ലുന്നവർ അവർക്കൊരു ബുദ്ധിമുട്ടില്ല, ഈ കാണുന്നതേ ഉള്ളൂ. പക്ഷെ കാണുന്നത് അവർക്ക് പറ്റുന്നില്ല, അവർ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കുട്ടികളൊന്നും രാത്രിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നില്ല, ആരും പുറത്തിറങ്ങുന്നില്ല. ആരെങ്കിലും ഒരാൾ രാത്രി വരാൻ താമസിച്ചാൽ എല്ലാവരും ടോർച്ചും വെട്ടവും വെളിച്ചമൊക്കെ ആയിട്ട് വെളിയിൽ കാത്തു നിൽക്കും. കാര്യം വെച്ചാൽ അത്ര പേടിയാണ് അവർക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് എന്തായാലും അവരുടെ ഒരു വീടിൻ്റെ, അതായത് ഈ വീട്ടിൽ നമുക്ക് ചെയ്യാം, ആ വീട്ടുകാരില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പുറത്ത് ഉള്ള ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ അവിടെ വെച്ചാൽ ഒരു വലിയ മുറ്റമുണ്ട്, ഉള്ളൊരു വീടുണ്ട്, രണ്ട് വീടുകളങ്ങ് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ എല്ലാവരും കൂടി അതിനുള്ള സാമ്പത്തികമൊക്കെ ഒപ്പിച്ചു. ഒരു ദിവസം പൂജ തീരുമാനിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് പൂജ തുടങ്ങി. കാര്യമായി നമ്മൾ പൂജ ചെയ്യണം. അപ്പോൾ ഒരു വലിയ മുറ്റമാണ്. അപ്പോൾ ഈ ആൾക്കാർ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ വിദേശികളും സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ സഹായിക്കാം, എത്ര രൂപയായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ധൈര്യത്തിന് പുറത്ത് നാട്ടുകാരും ചേർന്ന് ഞങ്ങൾ പൂജ തുടങ്ങി. ഒരു 10-16 നിലവിളക്കൊക്കെ വെച്ച് ഞങ്ങളൊരു 3-4 പോറ്റിമാരുമൊക്കെ നിന്നിട്ട് കാര്യമായി ഞങ്ങൾ ചെയ്യുന്നു. പൂജ ശക്തമാകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആരുടെയെങ്കിലും ശരീരത്ത്, അപ്പോൾ ഇത് അവിടെ ഉള്ളത് ഒരു ദുർഭൂതമല്ല, ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും ശരീരത്ത് വരും, എൻ്റെ ഒരു ധാരണ അതായിരുന്നു. എൻ്റെ പുറത്ത് ഞാൻ പൂജ തുടങ്ങി. പൂജയൊക്കെ ചെയ്ത് ഒരു പരുവത്തിൽ അങ്ങനെയായി. അപ്പോൾ ഞാൻ ഇരുന്ന് ആരോടും പറഞ്ഞില്ല, നിങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് വരും എന്ന് പറഞ്ഞില്ല. പക്ഷെ ആരുടെയും ദേഹത്ത് വന്നേ പറ്റുള്ളൂ, വന്നാലേ ഇതെന്തെന്നേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. രാശിയെ പോലും കൃത്യമായി തെളിയുന്നില്ല. അങ്ങനെ ഇരുന്നിട്ട് ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും ശരീരത്ത് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ല വരാൻ പറ്റുന്ന ശരീരമുണ്ടെങ്കിൽ വരണം എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പൂജ തുടങ്ങി. 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി, ആരും അനങ്ങുന്നില്ല. പൂജ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഈ ചുറ്റിനും എന്തൊക്കെയോ ഒരു നെഗറ്റീവുകൾ, അതായത് ദുഷ്ടശക്തികളുടെ ഒരു പ്രസൻസ് എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ അറിയാൻ സാധിച്ചു. പക്ഷെ ഇതാരുടെയും ശരീരത്ത് വരുന്നില്ല. ഒരുപാട് പേര് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന്, ഇപ്പം ഞാൻ പറഞ്ഞ മുറ്റത്താണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു മരം, അത് മാവാണോ പ്ലാവാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് നേരെ ഈ കളത്തിലേക്ക് വീണ് കളവും ചെതറി ഈ വിളക്കെല്ലാം 4 വഴിക്ക് തെറിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ പൂജ അവിടെ മുടങ്ങി, പൂജ നടന്നില്ല. അപ്പം ഇത് ഇങ്ങനെ ഒന്നും എനിക്ക് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് ഒരു വളരെ കൊച്ചിലെ 2 പെൺകുട്ടികൾ ഒന്നിച്ച് വളർന്നതിൽ ഒരു പെൺകുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. അപ്പം രണ്ടാമത്തെ പെൺകുട്ടി, അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളും ആയതിനു ശേഷം അവരിലേക്ക് ഈ സാധനം, ഈ കൊച്ചിലെ മരിച്ചു പോയത് പിടിച്ചു. അതിനെ ഒഴിവാക്കാൻ ഞാൻ പോയപ്പം ഒരാളെ കൊണ്ട് മാത്രം നടക്കില്ല, 2-3 പേര് ഒരുപോലെ ഇരുന്ന് കർമ്മം ചെയ്താൽ ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ. കാര്യം അത്രയേറെ പഴക്കവും ശക്തിയും ഉള്ളതാണ്. അതിന് ഞാൻ എൻ്റെ മൂത്ത സഹോദരൻ, എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ കൂടി വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹമാണ് പ്രധാനമായിട്ടും ഇതിനെ ആവാഹിച്ചത്. അത് ഇതിനൊക്കെ മുറ്റത്തിരുന്നാണ് ആവാഹിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആവാഹനം പൂർത്തിയാകുന്നതിന് തൊട്ടു മുമ്പ് തൊട്ടടുത്ത് നിന്ന് ഈ പപ്പായ ഈ കപ്പളങ്ങ എന്നൊക്കെ പറയും, പല പേരാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കപ്പയ്ക്ക എന്നൊക്കെ പറയും. ഒരു വലിയ മരം അതിനകത്ത് നിറച്ച് നിൽക്കുകയായിരുന്നു. ഒരു കാറ്റിങ്ങോട്ട് വന്ന് ഇത് ഒടിഞ്ഞ് പറഞ്ഞ് അങ്ങ് വീണു. ഇദ്ദേഹം ഇരുന്നതിൻ്റെ തൊട്ട് പുറകിലാണ് വീണത്. അല്പം ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ ഏതെങ്കിലും അതോ പച്ചയാണ്, അത് വന്ന് തലയിൽ വീണ പ്രശ്നമാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്.
അങ്ങനെ ഒന്ന്. പിന്നെ അല്ലാതെ വേറെ ഞാനും പ്രധാനമായിട്ട് ഞാൻ തന്നെ പോയി ചെയ്ത ഒരു കേസ് ഇതേ കണക്കൊരു ആവാഹനം നടക്കുന്ന സമയത്തിന് പുറത്തെന്തോ ഒടിഞ്ഞു വീഴുന്നൊരു ശബ്ദം കേട്ടിട്ടു. അങ്ങനെ എല്ലാവരും പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നൊരു, അതെനിക്ക് ഓർമ്മയുണ്ട്, ഒരു വരിക്ക പ്ലാവാണ്, അതിൻ്റെ നല്ലൊരു കൊമ്പ് ഒടിഞ്ഞു വീണ്. ഇത് ഒരു ഓടിട്ട വീടായിരുന്നു. ആ വീടിൻ്റെ മൂലക്കഴുക്കോലും ഓടും എല്ലാം കൂടെ പൊട്ടി തറയിൽ പോയി സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെയാണ് ഇത്. പക്ഷെ ഇത് വരുന്നതിന് മുമ്പ് ഒരു പ്രകൃതിക്ക് ഒരു മാറ്റം വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ചുറ്റിനും ഈ ദുഷ്ടശക്തികളുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലായത് കാറ്റ്, നല്ല കാറ്റ് വന്നിട്ട് ഈ കാറ്റ് ഒരു വല്ലാത്ത, അത് രാത്രിയാണ്, വിളക്കൊക്കെ അണയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. 1-2 വിളക്കുകൾ അണഞ്ഞ് തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ പോറ്റുമാർ അത് വീണ്ടും തെളിയിച്ചുകൊണ്ട് നിന്ന സമയത്താണ് പട്ടപ്പട്ടോ ഇത് ഒടിഞ്ഞ് ഇതിൻ്റെ പുറത്തൂടെ വീണ് കഴിഞ്ഞു. പിന്നെ നമുക്ക് പൂജ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എല്ലാം പോയി, കളവും പോയി, ആവഹിച്ച് വെച്ചതും പോയി, ഈ നിലവിളക്കും എല്ലാം പോയി, തീർന്നു. അവിടെ നിന്നെല്ലാം ഒതുക്കി അവിടുത്തെ അപ്പോഴെന്നെ വീട്ടിൽ കയറി ഇരുന്നിട്ട് കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി നമ്മൾ ഗണിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇവിടെ വെച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ വീട്ടിൽ വെച്ചല്ലാതെ ഇതിനെ നമുക്ക് ആവാഹിക്കാൻ സാധിക്കില്ല. പക്ഷെ അവിടെ വെച്ച് ചെയ്താൽ പോലും ഇത് എത്രത്തോളം പൂർത്തിയാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സംശയമുണ്ട്. അപ്പം വീട്ടുകാർക്ക് വീണ്ടും ഭയമായി. എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ദോഷം വരാതിരിക്കാനുള്ള വഴികൾ ചെയ്യാം. അപ്പം ഞങ്ങൾ ഈ എല്ലാ വീട്ടിലും ഈ പൂജ കഴിഞ്ഞിട്ട് കലശം വെക്കണം. ഓരോ വീടിനും 5-5 കലശം വെച്ച് ചെയ്യണം. അങ്ങനെ ഒരുപാട് കലശമൊക്കെ ഇവിടെ നിന്ന് പൂജിച്ചാണ് കൊണ്ടുപോകും. കലശം അവിടെ വെച്ച് പൂജിക്കേണ്ട കാര്യമില്ല. ആ കലശമല്ല ഞങ്ങൾ കൊണ്ടുപോയത് ഫാക്ടറിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഓരോ വീടിൻ്റെയും 5 ഭാഗത്തായിട്ട്, അതായത് ഓരോ ഭൂമിയുടെയും 4 മൂലയ്ക്കും നമ്മൾ കയറി വരുന്ന വഴി ഭാഗത്തുമായിട്ട് കുഴിച്ചിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും ആ വീട്ടുകാർ വരാതെ അവിടെ വെച്ച് അല്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആർക്കും ആപത്ത് വരും, എല്ലാവർക്കും ആപത്ത് വരും, അതുകൊണ്ട് വേണ്ട. അതും ഞങ്ങളവിടെ ഉപേക്ഷിച്ചു. അവരോട് അപ്പോഴെന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ വിഷമമായി. എന്ത് ചെയ്ത് വല്ലാത്തൊരു ഒരു വിഷമത്തിനിടയായി. എനിക്ക് പോലും ചെന്നിട്ട് നമ്മൾ പോലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ എളിഭ്യനായി തിരിച്ചു വന്നു. പിന്നെ ഈ പറഞ്ഞതൊക്കെ കലശമൊക്കെ കുഴിച്ചു വെച്ചത് ചിലവർക്കതൊരു ധൈര്യമായി, ചിലവർക്ക് വീണ്ടും അത് ഭയത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോയി. എന്തായാലും അടുത്ത ദിവസം തൊട്ട് ഈ ഇങ്ങനെ കാണുന്നതൊന്നും ഇല്ല. അങ്ങനെ വന്നപ്പോൾ അവർക്കൊരു ധൈര്യമായി. ഈ അതായത് ഈ ഇങ്ങനെ ആൾക്കാർ നടക്കുന്നതും ചാടുന്നതും ഓടുന്നതും ഇരിക്കുന്നതും കരച്ചിലും ബഹളവും ഒക്കെ കേൾക്കുമായിരുന്നു അകത്തുനിന്ന്. അതൊന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു വിശ്വാസത്തിലേക്ക് എത്തി. വീട്ടുകാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അടുത്ത ദിവസം തൊട്ട് ഈ 3 ദിവസം കഴിഞ്ഞോ 4ൻ്റെ അന്ന് തൊട്ട് അവരുടെ വീട്ടിലെ നാൽക്കാലികൾ, അതായത് പട്ടി, പൂച്ച, പശുക്കൾ, ഇതൊക്കെ ഒന്നൊന്നായി മരിക്കുന്നു. അതിൽ 1-2 പൂച്ച രക്തം ഛർദ്ദിച്ച് മരിച്ചു എന്നാണ് പറഞ്ഞത്. കടകട രക്തം ഛർദ്ദിച്ച് മരിച്ചു. പശുക്കൾ മരിക്കുമ്പോൾ അതിൻ്റെ വയറ് പെരുകിയിട്ടാണ് മരിക്കുന്നത്. ഡോക്ടറെ കൊണ്ടുവരുന്ന മരുന്ന് കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഓരോ വീട്ടിലെയും നാൽക്കാലികൾ, അതായത് പട്ടി, പൂച്ച, കോഴികൾ, പശുക്കൾ, ഇതെല്ലാം മരണപ്പെട്ടു പോകുന്നത്. സത്യം പറഞ്ഞാൽ അവരും കിടുങ്ങി, ഞങ്ങളും കിടുങ്ങി. ഇതെന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഈ വിദേശികൾ വരാതെ ഒരു കാര്യം അവിടെ നടക്കത്തില്ല. എന്തായാലും ഈ വിവരങ്ങളെല്ലാം അപ്പോഴപ്പോഴും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഉടനെ വിളിച്ചിട്ട് പറഞ്ഞ് 3 പേര്, അവിടെ നിന്ന് 3 പേർക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്. അവർ ഉടനെ നാട്ടിലെത്തും. എത്തിക്കഴിഞ്ഞാൽ ഉടനെ ആ വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് ഇതെന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ആദ്യം ഈ കലശമൊക്കെ വെച്ചതിന് ശേഷം വീട്ടുകാർക്ക് കുഴപ്പം, മനുഷ്യർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കും, ബാക്കി ഇത് കണക്കുള്ള നാൽക്കാലികൾ, വീട്ടിലെ വളർത്തു മൃഗങ്ങൾക്കെല്ലാം കുഴപ്പങ്ങളായി. പക്ഷെ അവർ ഈ ഇത് കണക്ക് പേടിപ്പിക്കുന്ന രൂപങ്ങളൊന്നും കാണുന്നില്ല. ഈ മൃഗങ്ങളുടെ മരണം എല്ലാവർക്കും നല്ല ഭയപ്പാടുണ്ടാക്കി. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവർ 3 പേര് എങ്ങനെയൊക്കെയോ ലീവ് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അവർ എത്തിയതിൻ്റെ അടുത്ത ദിവസം തന്നെ, അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലുള്ള അവരുടെ ബന്ധു എന്ന് ഞാൻ പറഞ്ഞു, ഞാനുമായിട്ട് എപ്പോഴും ഒരു വരികയും കാണുകയും ചെയ്യുന്നുണ്ട്. അവർ ഇത്ര സമയത്തിന്, ഇന്ന ദിവസം ഇത്ര സമയത്തിന് ഇവിടെ എത്തും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം തന്നെ പൂജ, നമുക്ക് വന്നു കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അടുത്ത ദിവസം പൂജ എല്ലാം തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നു, സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നു, എല്ലാം ചെയ്തു വെച്ചു. അവർ ലാൻഡ് ചെയ്തു. വന്നതിൻ്റെ അന്ന് തന്നെ അവർ എന്നെ വന്ന് കണ്ടു. അടുത്ത ദിവസം പൂജ തീരുമാനിക്കുന്നു. അപ്പോൾ അതായത് തലേന്ന് ഇവരാണ് പൂജയിൽ പങ്കെടുക്കുന്നത്. നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല എല്ലാം പറഞ്ഞു. അപ്പോൾ 2-3 ജോലിക്കാരെയൊക്കെ നിർത്തി അവിടെ വീടിൻ്റെ അഹവും എല്ലാം ഒക്കെ തൂത്ത് വൃത്തിയാക്കി, തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥമെല്ലാം വാങ്ങിച്ചുകൊണ്ടൊന്നൊക്കെ തളിച്ചു റെഡിയാക്കി അങ്ങനെ പൂജ തുടങ്ങി. പൂജയ്ക്ക് കളമിട്ട് ശരിക്കും പറഞ്ഞാൽ നിലവിളക്ക് കത്തിച്ചില്ല. കളമെല്ലാം ഇട്ട് വിളക്ക് ഉരുക്കി ഹാരമെല്ലാം ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അടുത്ത ന്യൂസ് വരുന്നു. ഈ വിദേശികളെന്ന് പറഞ്ഞല്ലോ, ഈ 3 പേര് വന്നിരിക്കുന്ന അവരുടെ ബന്ധു ഒരു സ്ത്രീ മരിച്ചുപോയി. പ്രായമുള്ളൊരു സ്ത്രീയാണ്.
85-90 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ അവർ മരിച്ചുപോയി. അതായത് 16 ദിവസത്തേക്ക് ഇനി ഇവർക്കാർക്കും, ഈ വന്ന 3 പേർക്കും, അത് അവിടെ വിദേശത്ത് ഇരിക്കുന്നവർക്കായാലും ശരി തന്നെ, ഇവർക്കാർക്കും പൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാര്യം അവർക്ക് അത്രയേറെ വളരെ ബന്ധമുള്ള ഒരു സ്ത്രീയാണ് മരണപ്പെട്ടു പോയത്. പൂജ അവിടെ മുടങ്ങി. ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ശരിക്ക് പറഞ്ഞാൽ നാട്ടുകാരും ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സംഘവും നന്നായി പേടിച്ച് പറച്ചു. പൂജ ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ പൂജ ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്തുകൊണ്ടിരുന്ന പൂജ മുടങ്ങി. ഈ മരക്കം പൊടിഞ്ഞു വീണു, അത് തീർന്നു. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല, കഴിഞ്ഞു. ചെയ്താൽ വിജയിക്കില്ല, ഇവിടെ വെച്ച് തന്നെ ചെയ്യണം. ഈ പാവപ്പെട്ട വിദേശികൾ ഈ ലീവും എടുത്ത് അവർ പാഞ്ഞു പിടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടെ ഹാരം ഇട്ടുകൊണ്ടിരിക്കുന്ന വിളക്കിലെല്ലാം ഹാരം വെച്ചുകൊണ്ടിരുന്ന അല്പം കൂടെ കഴിഞ്ഞ് വിളക്ക് കൂടെ കത്തിച്ചിരുന്നെങ്കിൽ ഇതിലും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് അറിയിപ്പ് വരുന്നു, അവരുടെ ഏറ്റവും ഒരു മുത്തശ്ശി മരിച്ചുപോയി, 16 ദിവസം ഇവർക്കെല്ലാം പുലയുണ്ട്, പൂജ നടക്കില്ല. പൂജ അവിടെ മുടങ്ങി. പിന്നീട് നടന്ന സംഭവങ്ങൾ എന്തായാലും അത് ഒഴിവാക്കി, നിങ്ങളെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്നില്ല ഞാൻ. എന്തായാലും ഒഴിവാക്കാൻ ഞങ്ങൾ പെട്ട പാട് അടുത്ത എപ്പിസോഡിൽ ഞാനത് പറഞ്ഞ് പൂർത്തീകരിക്കാം. ഈ പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ അത് നിസ്സാരക്കാരൊന്നുമല്ല. പക്ഷെ അതിനെ നമ്മൾ അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ കേട്ടാൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. 2 എപ്പിസോഡ് ഞാൻ പറഞ്ഞു, ആരെയും ശാരീരികമായി ഒരു മനുഷ്യനെ ഇത് ഉപദ്രവിച്ചിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ശരീരത്തിൽ ഇത് വന്നിട്ടില്ല. വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ്. എന്നാലോ നമ്മളെ ഇതുപോലെ പേടിപ്പിച്ച് മുൾമുനെ നിർത്തിയ സംഭവങ്ങൾ വളരെ ചുരുക്കമാണ്. ഇതൊരു മനുഷ്യ ശരീരത്തിലേക്ക് വന്ന് നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് അങ്ങനെ ഒരു പേടി നമുക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാത്രിയെങ്കിലും പലപ്പോഴും അതിലെ ആൾക്കാർ ഒറ്റയ്ക്ക് വരേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആർക്കും, പക്ഷെ ഈ മൃഗങ്ങൾക്ക്, വളർത്തു മൃഗങ്ങൾക്ക് ചില ബുദ്ധിമുട്ടെന്നല്ല, അവർ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വന്നെന്നല്ല, ഒരു മനുഷ്യന് പോലും ഒരു ബുദ്ധിമുട്ടും ഇതുണ്ടാക്കിയിട്ടില്ല. പക്ഷേ എല്ലാവരെയും പേടിപ്പിച്ച് മുൾമുനെ നിർത്തിയ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഇതിനെ പരിഹരിക്കാൻ ഞങ്ങൾ പെടാപ്പാടുപെട്ടു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ, അതുപോലുള്ള ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതിന് ഞാൻ നേരിട്ട് അവിടെ വന്നാലേ അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിളിച്ചാൽ മതി. അത് ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത്. വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ പോലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പൂർണ്ണ പരിഹാരവും ഞാൻ ചെയ്തു തരാം. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ നമുക്ക് നേരിട്ട് ജ്യോതിഷം നോക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾ വന്നാൽ നമുക്ക് തമ്മിൽ നേരിട്ടിരുന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന് ഞാൻ പരിഹാരങ്ങൾ അല്ലെങ്കിൽ ജ്യോതിഷം നോക്കി എൻ്റെ കാര്യങ്ങളൊക്കെ വിധി പ്രകാരം പറഞ്ഞു തരാം. അതിന് നിങ്ങൾ വരേണ്ടത് തിരുവനന്തപുരത്താണ്. അങ്ങനെ വരുന്നെങ്കിലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.